ഹോട്ടൽ സ്റ്റൈൽ എങ്ങനെ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ 1 കിലോ ബീഫ് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന പോലെ നന്നായി വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ ഓയിൽ വെച്ചതിന് ശേഷം നമുക്കൊരു 2 സവാളയും 2 തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കൊന്നും വേണ്ട, സാധാരണ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച സവാളയുടെ കൂട്ടയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഓൾറെഡി നമ്മളത് വഴറ്റിയെടുത്ത സവാളയുണ്ട്, അധികമൊന്നും നമ്മളത് വഴറ്റാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് തിളപ്പിക്കുക. ഓൾറെഡി നമ്മൾ ബീഫും ഇതൊക്കെ നന്നായി വെന്തിട്ടുള്ള കാരണം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ ആവും. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റോസ്റ്റാണത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചാറിനൊക്കെ നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റാണ്. ഇതാർക്കും ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വലിയ പീസായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബീഫ് റോസ്റ്റ് റെഡിയാക്കി എടുത്താൽ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നല്ല പൊറോട്ടയുടെ കൂടെ, നെയ്ച്ചോറ്, ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ ഇത് കളറിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലർ ഇതിലേക്ക് ഈ റെഡ് കളറൊക്കെ ചേർക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഐറ്റംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.